വാട്ട് ഇസ് ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ്? അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസായിട്ട് നമ്മൾ കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതായത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അത് ചിലപ്പം പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ടങ്ങ് ആക്കും. ഇതാണ് ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കമ്പനി മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഔട്ട് ഓഫ് ഏതിലാണ് റിസർവ്സിൽ നിന്നും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, capital redemption reserve account. No issue of bonus share shall be made by capitalizing reserve created by revaluation of assets. A second, a company shall capitalize its profits and reserves for the purpose of issuing fully paid up ബോണസ് ഷെയർസ് only if the following conditions are satisfied. എന്തൊക്കെയാണ്? ഒന്ന്, ആർട്ടിക്കിൾസിനകത്ത് പറയണം. രണ്ട്, റെക്കമെൻഡേഷൻ ഓഫ് ദ ബോർഡ് വിച്ച് ഇസ് ബീൻ സെഡ് അറ്റ് ദ ജനറൽ മീറ്റിംഗിൽ പറയണം. പിന്നെ ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് എനി ഇൻട്രസ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇഷ്യൂഡ് ബൈ ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് എംപ്ലോയീസ്. ഇങ്ങനത്തെ ഒരു ഡിഫോൾട്ടും വരരുത്. ഓക്കെ, ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റോ യാതൊന്നിലും ഒരു ഡിഫോൾട്ടും കാണരുത്. ദെൻ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ ഡേ ഓഫ് അലോട്ട്മെൻറ്റ് ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കുകയാണ്. പിന്നെ നമ്മളത് മൊത്തം കൊടുക്കണം. 10 രൂപയുടെ ഷെയറിന് 8 രൂപ കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ 7 രൂപയെ നമ്മൾ അടച്ചിട്ടുള്ളെങ്കിലും ബാക്കി 1 കൂടെ ആഡ് ചെയ്ത് അവർ ബോണസായിട്ട് തരികയാണ്. ഇറ്റ് കംപ്ലൈസ് വിത്ത് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, ഇതാണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. നൗ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഓക്കെ, ഓക്കെ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, ദാറ്റ് ഇസ് സെക്ഷൻ 68. നമ്മൾ നേരത്തെ DVRനെ കുറിച്ച് പഠിച്ചു. എന്താണ് DVR? ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. അതായത് ഒരു ഷെയറിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷെയർ ഒരു ഷെയർ ഒരു വോട്ടെന്നുള്ള ഇത് തരാതെ ഒരു 5 ഷെയർ എടുക്കുമ്പോൾ ഒരു വോട്ട് എന്നുള്ള രീതിയിൽ കുറച്ച് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നതാണ് DVR. നമ്മൾ പഠിച്ചല്ലോ, അത് നിങ്ങളത് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന രീതിയിലാണ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്തിനാണ് DVR? ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ കൂടുതലും പവർ കമ്പനിയുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസും ഇതേ രീതിയിലാണ്. നമ്മുടെ കയ്യിൽ കൂടുതൽ പവർ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടി കമ്പനി ചിലപ്പം പുറത്ത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർസിന് നമ്മുടെ ഒരു ഷെയറിന് 200 ആണെങ്കിൽ കമ്പനി ചിലപ്പോൾ 300 350 റുപ്പീസാണ് നിങ്ങൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങൾക്ക് ഷെയർസ് തന്നാൽ ഞങ്ങൾ ആ രൂപയ്ക്ക് അത് എടുത്തോളാം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ എനിക്കൊരാവശ്യമുണ്ട്, എനിക്ക് എൻ്റെ ഷെയർ അങ്ങ് കൊടുക്കണം, റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്ന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കമ്പനി തന്നെ ബൈബാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ കമ്പനിക്ക് കൊടുക്കുമ്പോൾ ഞാൻ സ്റ്റോക്ക് ഓപ്പൺ മാർക്കറ്റിൽ ചെല്ലുന്നതിനേക്കാളും കൂടുതൽ രൂപയ്ക്ക് കമ്പനി എൻ്റെ ഷെയർസ് എടുക്കുന്നു. അപ്പം ഇതിൽ നിന്നും കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ രൂപ തിരിച്ചു കിട്ടുന്നു. അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ നല്ല ഡിവിഡൻഡൊക്കെ വെച്ച് എനിക്കത് തിരിച്ചു കിട്ടുന്നു. പക്ഷേ കമ്പനി എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ച് അവരുടെ ഷെയർസും അവരുടെ പവറും തിരിച്ച് കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ യൂഷ്വലി നമ്മുടെ കയ്യിൽ അത് വെക്കുമ്പോൾ ഒരു 20% അല്ലെങ്കിൽ 30% എന്നുള്ള രീതിയിലൊക്കെ ടാക്സും പിന്നെ ഒരു 10 ലക്ഷം ഒരു 1 ഇയർ ആകുമ്പം 10 lakhs ഒക്കെ ഉണ്ടെങ്കിൽ ആ 10 lakhs എബവും വരുന്ന തുകയ്ക്ക് ഒരു 10% ടാക്സും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ഈ കുറച്ച് ടാക്സ് എവേഡ് ചെയ്യാനും സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പല കാരണങ്ങളാൽ, അതായത് മാർക്കറ്റ് നമ്മുടെ വില ഇടിഞ്ഞു നിൽക്കുന്നത് കൂടാൻ വേണ്ടിയും അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ കയ്യിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മുടെ ഷെയർസിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയും ഈ രീതിയിലെല്ലാം അപ്പോൾ കമ്പനി തന്നെ നമ്മുടെ ക്യാപിറ്റൽ റിസർവ്സിൽ അത് മാറ്റി വെക്കണം. എൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടോ റിസർവ്സിൽ മാറ്റി വെക്കണം കുറച്ച് രൂപ. നമ്മൾ ഈ രൂപ കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നത്.
അപ്പോൾ ഇതിനാണ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനിയെ എക്സ്പ്രസ്ലി അത് ഫോർബിറ്റ് ചെയ്യുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ ഓപ്പൺ മാർക്കറ്റിൽ കൂടെ തന്നെ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ, ബൈ സെബി ഗൈഡ് ലൈൻസ് ആണ്. പക്ഷേ സെക്ഷൻ 68-നകത്ത് ഈ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി അത് വായിക്കണമെന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇടയ്ക്കത്തെ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് എടുക്കാൻ പറ്റും. Buyback of securities, okay. From how it permits a purchase of its own shares by a company subject to the following conditions on its free reserves and securities premium account, proceeds of any shares or other specified securities, but it shall not be made out of the proceeds of earlier issue of same kind of shares. Same kind of shares in the earlier issue and proceeds ഒന്നും എടുക്കരുത്. ഓക്കെ. പിന്നെ അടുത്ത, a company may purchase its own shares or other specified securities only if the buyback is authorized by its articles. അത് പറയാതെ ചെയ്യരുത്. ജനറൽ മീറ്റിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ കൂടെ പാസ്സാക്കിയാൽ മാത്രമേ ഈ ബൈബാക്ക് എന്നുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവൂ. ഓക്കെ. Now, however, if the buyback is less than 10% of total paid-up equity capital and the reserves of the company, it is not necessary to pass a special resolution. Special resolution അങ്ങനെ ഒരു കാര്യത്തിന് പാസ്സാക്കണ്ട. ഓക്കെ. ടോട്ടൽ പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്ന് 10% ലെസ് ആണ് ഈ ബൈബാക്ക് എങ്കിൽ. ഓക്കെ. പിന്നെ ബൈബാക്ക് ഷുഡ് ബി ലെസ് ദാൻ 25% ഓഫ് ടോട്ടൽ പെയ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദ കമ്പനി. അതിൽ നിന്നും 25% കുറവായിരിക്കണം. ദെൻ ദ റേഷ്യോ ഓഫ് ഡെപ്റ്റ് ഓൺഡ് ബൈ ദ കമ്പനി ഈസ് നോട്ട് മോർ ദാൻ ട്വൈസ് ദ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് റിസർവ്സ് ആഫ്റ്റർ സച്ച് ബൈബാക്ക്. പിന്നെ ഓൾ ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഷാൽ ബി ഫുള്ളി പെയ്ഡ്. ഓക്കെ. എല്ലാം തരംതിരിഞ്ഞാണല്ലോ. ഓക്കെ. ദെൻ a buyback of shares or other specified securities listed on the stock exchange should be in accordance with the regulations of SEBI. സെബിയുടെ റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം. പിന്നെ ബൈബാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ് ലൈൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോഴെപ്പോഴെന്താണ് കാണിക്കുന്നത് അതനുസരിച്ചുള്ള രീതിയിലായിരിക്കും അതെല്ലാം പോകും. നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഏത് രീതിയിലാണ്? ഒന്ന്, ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് അതിനകത്ത് കാണിക്കണം. ദെൻ ദ നെസസിറ്റി ഓഫ് ബൈബാക്ക്. ഓക്കെ. എന്തിനാണ് നമ്മൾ ഈ ബൈബാക്ക് ചെയ്യുന്നത് എന്നുള്ള നെസസിറ്റി നമ്മൾ അതിനകത്ത് കാണിക്കുക. ദെൻ ദ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് വിച്ച് ഇസ് ഇൻറ്റൻഡഡ് ടു ബി പർച്ചേസ്ഡ് അണ്ടർ ദ ബൈബാക്ക്. ഏത് ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് വിച്ച് വി ആർ ഇൻറ്റൻഡഡ് ടു പർച്ചേസ്. ദെൻ എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് അണ്ടർ ദ ബൈബാക്ക്. ദെൻ ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക്. എത്ര കംപ്ലീഷൻ ചെയ്യാൻ എത്ര വേണം, എത്ര ടൈം വേണം. 12 months ആണ്. 12 months. ഓക്കെ. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേ ഓഫ് ദ നോട്ടീസ് ടിൽ 12 months എന്നുള്ളത്. എവറി ബൈബാക്ക് ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ദ റെസൊല്യൂഷൻസ് പാസ്ഡ് ബൈ ദ ബോർഡ്. ഓക്കെ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ വിത്തിൻ 12 months, അല്ലെങ്കിൽ ബോർഡിൻ്റെ മീറ്റിങ്ങിൽ കൂടെ പാസ്സാക്കുകയാണെങ്കിൽ അങ്ങനെ 12 months. ഓക്കെ. നോ മോഡ്സ് ഓഫ് ബൈബാക്ക് ഏതൊക്കെ രീതിയിലാണ്? ദ മോഡ്സ് ഒന്നേ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ, അല്ലെങ്കിൽ ബൈ പർച്ചേസിങ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ബൈ എ കമ്പനി പേഴ്സൺ ടു ദ സ്കീം ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ബൈബാക്ക് ചെയ്യാം. ഫയലിംഗ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. അപ്പം നമ്മൾ ഈ ബൈബാക്ക് സെക്യൂരിറ്റീസിനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോഴേ നമ്മൾ സോൾവെൻ്റ് ആണ്, ദ കമ്പനി ഈസ് സോൾവെൻ്റ് ഇനഫ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ നമ്മൾ സെബിക്ക് കൊടുക്കണം. ഓക്കെ. അല്ലെ രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ മുന്നേ ഫയൽ ചെയ്യണം. ദ ഡിക്ലറേഷൻ ഷാൽ ബി വെരിഫൈഡ് ബൈ ആൻ അഫിഡവിറ്റ്. ഓക്കെ. Then to the effect that the board of directors has made a full inquiry into the affairs of the company, as a result of which it is capable of meeting its liabilities and will not be rendered insolvent within a period of 1 year of the date of declaration adopted by the board. The declaration shall be signed by at least 2 directors of the company. Okay. And one of whom shall be managing director if any. അപ്പോൾ ആ ഡിക്ലറേഷൻ ആരാണ് സൈൻ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മൾ അഫിഡവിറ്റ് ROCക്ക് കൊടുക്കണം. ROCക്ക് കൊടുക്കുമ്പം അത് സൈൻ ചെയ്യുന്നതാണ് ദ മാനേജിങ് ഡയറക്ടർ.
Okay, ഒന്നെങ്കിൽ at least 2 directors of the company or one whom is a managing director. Declaration of solvency is not required to be filed by an unlisted company. Listed കമ്പനിക്കുള്ള കാര്യങ്ങളാണ് ROC പിന്നെ സെബിക്ക് കൊടുക്കുന്നതും കാര്യങ്ങൾ. അൺലിസ്റ്റഡ് കമ്പനീസിന് അതിൻ്റെ ആവശ്യമില്ല. Now, extinguishment and physical destruction of securities. Where a company buybacks its own securities, it shall extinguish and physically destroy the securities so bought back within 7 days of the last date of completion of buyback. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം അങ്ങ് ഡിസ്ട്രോയ് ചെയ്യണം ഈ 7 ദിവസത്തിനകം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് പിന്നെ ഇല്ല. നമ്മൾ ബൈബാക്ക് ചെയ്ത് ഷെയർസ് തിരിച്ച് നമുക്ക് കിട്ടുകയാണ്. മെയിൻ്റനൻസ് ഓഫ് എ രജിസ്റ്റർ ആൻഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഒരു രജിസ്റ്റർ വെക്കുക. ഓക്കെ, ആ രജിസ്റ്ററിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതുക. എത്ര സെക്യൂരിറ്റീസ് കൊണ്ടുവന്നു, 10 സെക്യൂരിറ്റീസ് കൊണ്ടുവന്നെങ്കിൽ 10 എഴുതുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാണ് അത് ക്യാൻസൽ ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ക്യാൻസൽ ചെയ്ത് കാര്യങ്ങൾ എഴുതുക. ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞ ദിവസവും ഏത് മോഡലാണ് അവർ ചെയ്തതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും എഴുതുക. എന്നിട്ട് ആഫ്റ്റർ കംപ്ലീഷൻ ഇതിന് ശേഷം ഇത് ROCക്ക് ഫയൽ ചെയ്യണം, സെബിക്കും കൊടുക്കണം. എന്നാണ് വിത്തിൻ 30 days of completion. ഓക്കെ, ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്നുണ്ട്. ബിക്കോസ് ഓരോ കാര്യത്തിലും ഓരോ വ്യത്യസ്തങ്ങൾ കാണുമല്ലോ, അതനുസരിച്ച് അത് ചെയ്യും. Now, prohibition for buyback in certain circumstances. No company shall directly or indirectly purchase its own shares or other specified securities through any subsidiary company, including its own subsidiary company. സബ്സിഡറി കമ്പനിയുടെ അകത്തൂടെ അത് ചെയ്യരുത്. നമ്മുടെ തന്നെ സബ്സിഡറി കമ്പനിക്ക് അകത്തൂടെ അത് ചെയ്യരുത്. ത്രൂ എനി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ദെൻ investment company or group of investment company could, if a default is made by a company in repayment of deposits accepted either before or after the commencement of this act, interest payment thereon, redemption of debentures, preference shares, payment of dividend to shareholder, repayment of any term or interest payable thereon to any financial institution or banking company. However, buyback is not prohibited. If the default is remedied and a period of 3 years have lapsed after such a default cease to subsist. ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ ഡിഫോൾട്ട് ഓഫ് പേയ്മെൻ്റ് ഒന്നും കാണരുത്. ഒരു ഡിഫോൾട്ട് ഓഫ് പേയ്മെൻറ്റും ഇല്ലാതിരുന്ന കമ്പനി വെൽ സൗണ്ട് ആണെന്നുള്ള സോൾവൻസിയും കൂടെ ഫയൽ ചെയ്തതിന് ശേഷം വേണം ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസിനെ ഇറങ്ങിത്തിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലി ബൈബാക്ക്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തതാണെങ്കിലും എന്നും ബൈബാക്കിനകത്തൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ് ഈസ് സോ കമ്പൽസറി ദാറ്റ് യു ഹാവ് ടു റീഡ് ഇറ്റ്. പിന്നെ ഗോ ഓൺ റീഡിങ് ഇറ്റ്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ വിപ്രോയുടെ എക്സാമ്പിൾ. നിങ്ങളത് കൊടുത്താലും ഞാൻ വേണമെങ്കിൽ തരാം. അവരൊരു 11,000 crores ഒരിതിട്ടായിരുന്നു. എന്നിട്ട് അത് ഒരു 320 മറ്റോ പെർ ഷെയർ 320 rupees എന്നുള്ള രീതിയിൽ അവരത് ഓരോ ഷെയറിനും വിലയിട്ടു. അപ്പം പുറത്ത് അതിന് 290 സംതിങ് ഉള്ള വിലയ്ക്കാണ് പുറത്തത് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിലും ഓപ്പൺ മാർക്കറ്റ് കിട്ടുമെങ്കിലും അവർ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 320 ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ, അപ്പോൾ അത്രയുള്ള ക്രോസ് ഹൗ മച്ച് ഇറ്റ് ഇസ് 11,000 crore ഷെയർസ് ഞങ്ങൾ മേടിക്കാൻ പോവാമെന്ന് അവർ പറഞ്ഞപ്പോൾ പെർ ഷെയർ 320 എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റു 11,000 ഡിവൈഡ് ബൈ 320 ചെയ്താൽ മതി. ഒരു 34 അത്രയാണ്ട് ക്രൂസിനുള്ള രൂപ അവർ സൂക്ഷിച്ച് വെക്കുക. ഏത് ഒരു റിഡംഷൻ ഒരു റിസർവ് അക്കൗണ്ടിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് വേണം അതിൽ നിന്നുമാണ് ആ രൂപ എടുത്ത് കൊടുത്ത് ആ ഷെയർസ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഷെയർസ് തിരിച്ച് കിട്ടുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താണ്, അത് ആ ഷെയർസ് കൊടുത്താലും നല്ല വിലയ്ക്ക് അവരുടെ ഷെയർ തിരിച്ചു കൊടുക്കുകയാണ്. അത് കൊടുക്കാൻ ഇപ്പം ഞാൻ എത്ര ഇട്ടു, എനിക്ക് 11,000 crores ഇത് കിട്ടുന്നില്ല, കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ റെസ്പോണ്ട് ചെയ്തുണ്ടെങ്കിലും എനിക്ക് ബൈബാക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ബൈബാക്ക് ചെയ്യുമ്പം നമ്മൾ ഇടുന്ന അത്രയും തുകയ്ക്കുള്ളത് ആൾക്കാർ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അതുമായിട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പം നിങ്ങളിതെല്ലാം വായിച്ചു നോക്കുക. ഫയലിംഗ് ഓഫ് ഡിക്ലറേഷൻ ഞാൻ കാണിച്ചില്ല അല്ലേ. ഫയലിംഗ് ഓഫ് ഡിക്ലറേഷൻ ആണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. പിന്നെ അതിന് ശേഷം നമ്മൾ ബൈബാക്ക് ചെയ്തതിന് ശേഷം വി ഹാവ് ടു എന്താ പറയുന്നത്, ഡിസ്ട്രോയ് ഓൾ ദ എക്സിസ്റ്റിംഗ് പ്രീവിയസ് ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയുക.
ദെൻ വാട്ട് എൽസ്, ഇതാണ് ദാറ്റ് മോഡ്. നിങ്ങൾ വായിച്ചോളുമല്ലോ. ഓക്കെ, പിന്നെ ഇതാണ് ദാറ്റ് പ്രൊഹിബിഷൻ ഫോർ ബൈബാക്ക് ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസിൽ. അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ്? സബ്സിഡറിയിലും ഇൻവെസ്റ്റ്മെൻറ്റിലും. പിന്നെ എന്തെങ്കിലും ഡിഫോൾട്ട് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയും അത് പാടില്ല. പിന്നെ എന്താ പറയുന്നത്, ഡിഫോൾട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആ ഡിഫോൾട്ടുകളെല്ലാം കഴിയാതെ ഒരിക്കലും ബൈബാക്ക് നടത്താനായിട്ട് അലൗ ചെയ്യുകയില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുക. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലും പിന്നെന്താ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലേ, ആ കാര്യങ്ങളും പറയാം. ഈസിയാണ്. ഡിബെഞ്ചേഴ്സിന് അതിൻ്റേതായ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.